നമസ്കാരം. ഹൃദയഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൗമ്യപ്രകാശങ്ങൾ വിടവാങ്ങുന്നു. വായ്ത്താരികളും വളകിലുക്കങ്ങളും ആക്രോശങ്ങളാകുന്ന വർത്തമാനകാലം. എന്നിട്ടും ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് കലയ്ക്കും ജീവിതത്തിനുമിടയിൽ സമദൂരത്തിൻ്റെ സംയമനം ധ്യാനിച്ച് അരങ്ങിൽ നിൽക്കുന്ന ഈ കലാകാരൻ വള്ളുവനാടൻ തനിമയുടെ അവശേഷിപ്പിലെ അവസാന തലമുറയാണ്. അനുഭവങ്ങളുടെ ആഴക്കടലിൽ നിന്നും ആശയങ്ങളെ കണ്ടെടുത്ത് അരങ്ങിൻ്റെ നനുത്ത വെട്ടത്തിൽ ഗ്രാമ്യമൊഴിയുടെ ശുദ്ധതയോടെ, ചടുല ചലനങ്ങളുടെ ചാരുതയോടെ അദ്ദേഹം ഇന്നും ശ്രോതാക്കളെ തൻ്റെ കലയുടെ ചെറുതിരിവട്ടത്തിനു ചുറ്റും ആഹ്ലാദിപ്പിച്ചു നിലനിർത്തുന്നു എന്നത് വർത്തമാനകാലത്തിൻ്റെ പുണ്യം. ഏറിയ ആടയാഭരണങ്ങളില്ല, പുഷ്കല സാഹിത്യമില്ല, നാട്യശാസ്ത്രത്തിൻ്റെ തികഞ്ഞ രസാഭിനയങ്ങളുമില്ല. എല്ലാം ലളിതം. ഒരുക്കവും ചമയവും ചലനവും ഭാഷയും എല്ലാം. എന്നിട്ടും ഗ്രാമ്യമായ ശുദ്ധലളിതമായ ഒന്ന് തുള്ളൽ എന്ന കലാപ്രസ്ഥാനത്തെ ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിർത്താൻ കഴിയുന്നു എന്നത് ഇദ്ദേഹത്തെ പോലുള്ള തികഞ്ഞ കലാകാരന്മാരുടെ അർപ്പണബോധത്തോടെയും സത്യസന്ധതയോടും കൂടിയുള്ള പ്രവർത്തനമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. തുള്ളൽ കലാകാരനായ ശ്രീ അച്യുത പിഷാരടിയുടെ ജീവിതത്തിലേക്ക് അല്പനേരം. നമസ്കാരം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ചൊരു തലമുറയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെക്കുറെ കാണുന്നത്. ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ചൊരു തലമുറയ്ക്ക് സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ അവസ്ഥകളെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രരേഖകളെ ആസ്പദമാക്കിയ അല്പം ചില അറിവുകളേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളിൽ നിന്ന് നേരിട്ട് കിട്ടാവുന്ന അറിവുകളുടെ അത്രയും സുതാര്യത ഈ എഴുതി വെച്ച ചരിത്രരേഖകൾക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അന്നത്തെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ശേഷിപ്പുകളിൽ നിന്ന് ഒരുപക്ഷെ വളരെ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ ചരിത്രത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടോടെ വിലയിരുത്താനും പ്രതിപാദിക്കാനും കഴിയുള്ളൂ. അത്തരം ചില വ്യക്തികളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് തങ്ങളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് എത്തേണ്ട വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആദ്യം താങ്കളുടെ കുടുംബം, അച്ഛനാരായിരുന്നു, അമ്മയാരായിരുന്നു എന്നോട് തുടങ്ങാൻ നമുക്ക്. സ്വാതന്ത്ര്യപൂർവ്വ കാലത്തെക്കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്. പറയാൻ അധികം താല്പര്യമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് എൻ്റെ കുടുംബം കോങ്ങാട് കാവിൽ പിഷാരം. അതിൽ നിന്ന് ഒരു താവഴി എൻ്റെ അമ്മയും മക്കളും 4 മൈൽ ദൂരത്തുള്ള പ്ലാപ്പറ്റ എന്ന സ്ഥലത്ത് പ്ലാപ്പറ്റനായരുടെ ക്ഷേത്രത്തിൽ ജോലിക്ക് വേണ്ടി 920 വന്ന് താമസം തുടങ്ങി. എൻ്റെ ജനനം 939. ആ കാലഘട്ടത്തിൽ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയിക്കണം. ഉച്ചനീചത്വം താണ്ഡവമാടുന്ന സമയം, തൊടാൻ പാടില്ല, ചില സമൂഹത്തിന് കാണാൻ തന്നെ പാടില്ല, ദൂരെ നിന്ന് ശബ്ദം കേട്ട് മനസ്സിലാക്കേണ്ട ആളുകൾ വളരെ ദൂരെ നിന്ന് അവർ നായടി മുതൽക്കുള്ള ആളുകൾ പ്രാകുക എന്നാണ് പറയുക, വിളിക്കുക എന്നല്ല. അതിൻ്റെ ഭാഷ തന്നെ പ്രാകുക എന്നാണ്. അത്രയും അപരിഷ്കൃതമായിരുന്നു അന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ജനിച്ച എനിക്ക് ജാതിപരമായും സാമൂഹ്യപരമായും പലതരത്തിലും ഉച്ചനീചത്വങ്ങൾ കൊണ്ട് പൊറുതിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ വ്യവസ്ഥിതി എൻ്റെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി, അമ്മ കോങ്ങാട് കാവിൽ പിഷാരത്ത് ദേവകി പിഷാരസ്യ. ഞങ്ങൾ താമസം പ്ലാപ്പറ്റ എന്ന ഗ്രാമത്തിലാണെന്ന് പറഞ്ഞുവല്ലോ. അച്ഛന് ഈ പ്ലാപ്പറ്റ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. ശാന്തിക്ക് അവിടെ വന്ന് താമസിക്കുകയാണ്. കോലോത്ത്, പ്ലാപ്പറ്റ നായരുടെ കോലോത്ത് വരുന്ന ബ്രാഹ്മണർക്ക് മുഴുവൻ, ശാന്തിക്കാരെന്ന് മാത്രമല്ല വരുന്നവർക്ക് മുഴുവൻ 3 നേരവും സുഭിക്ഷമായ ഭക്ഷണം, തേച്ചുകുളി, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ. കുളപ്പുര മാളിക ആണ്. കുളപ്പുര
സ്ത്രീകൾക്ക് കുളിക്കാൻ കുളപ്പര വേറെ, പുരുഷന്മാർക്ക് കുളിക്കാനുള്ള കുളപ്പര, കുളവും കുളപ്പരയും തൊട്ട് തന്നെ. അതിൽ 3 നില കെട്ടിടമാണ്. ഇന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. 3 നില കെട്ടിടം കുളപ്പരയാണ്. വിശാലമായ സ്ഥലം, 2 റൂമുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. അവിടെ ബ്രാഹ്മണർക്ക്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത് ഒരു പക്ഷേ സവർണ ബ്രാഹ്മണ്യത്തിൻ്റെയും ജന്മിയുടെ പ്രാബല്യത്തിൻ്റെയും കാലഘട്ടത്തിൽ ഉള്ള ഒരു ആഡംബര ജീവിതത്തിൻ്റെ ഒരു വശമാണിത്. തീർച്ചയായിട്ടും അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഈ ജാതിയുടെയും സമൂഹത്തിൻ്റെയും ഈ വ്യവസ്ഥതയുടെയും ദുരന്ത ഫലങ്ങൾ അങ്ങ് അനുഭവിച്ചു എന്ന് പറയുന്നു. ക്രമേണ അമ്പലവാസി വിഭാഗത്തിൽ ജീവിക്കുകയും അയിത്തവും ശുദ്ധവും ഒന്നും മറ്റുള്ളവരെ പാലിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ ജീവിച്ച താങ്കൾക്ക് തന്നെ അന്ന് ഇത് ഇത്രത്തോളം ദുരന്തം നൽകിയിരുന്നുവെങ്കിൽ താഴത്തെ പടിയിലുള്ളവരെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാടം എന്തായിരുന്നു? ഞാൻ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചു. നായടി പ്രാകുകയാണ് ചെയ്യുക. ദൂരെ നിന്ന് ഒരു തരം കൂക്കൽ. അപ്പോൾ നായടിമാർ അവിടെ വന്നിട്ടുണ്ടെന്ന് വിവരം അറിയിക്കുകയാണ്. അവർക്ക് ചോറും ബാക്കി സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ഒരു കൊട്ട നിറച്ച് അവിടെ കൊണ്ടേ കൊടുക്കും. അവരത് കൊണ്ടുപോകും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. നമുക്കാർക്കും അവരെ കാണാൻ തന്നെ കഴിയില്ല. അത്ര ദൂരത്ത് പോയി നിൽക്കണം. എങ്കിലും ഇങ്ങനൊരു ബന്ധം അവർക്കുണ്ടായിരുന്നു. വന്നാൽ കൊട്ട നിറച്ച് ചോറ്, ഒരു 3 ദിവസം ഭക്ഷണം കൂടാതെ കഴിക്കാവുന്ന അത്ര ഭക്ഷണം ആ ഒരു നേരം അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനൊരു ബന്ധം വലിയവരും ചെറിയവരും ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും കാണാൻ പോലും സമ്മതിക്കാത്ത ഒരു സമൂഹം. ആ സമൂഹം അന്ന് ഇതിന് എന്താണ് വ്യക്തമായ കാരണം പറഞ്ഞിരുന്നത്? അതോ ഒരു ചിട്ടയുടെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവരും ഇത് പിന്തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ? അത്രമാത്രം പോരാ. ഈ ബ്രാഹ്മണ്യം, സവർണ മേധാവിത്വം എന്നൊക്കെ പറയുന്നതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സവർണരല്ലാത്തവരെ അകറ്റി നിർത്തിയാലേ സവർണർക്ക് മേധാവിത്വം കിട്ടുള്ളൂ എന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അന്നത്തെ നമ്പൂതിരി ബ്രാഹ്മണ കുടുംബവും സവർണരായ പ്രഭുക്കന്മാരും. നമ്പൂരാരേക്കാൾ കൂടുതൽ മേധാവിത്വം പ്രഭുക്കൾക്കായിരുന്നു, ജന്മിക്കായിരുന്നു. ആ ജന്മിത്വത്തിൻ്റെ വർത്തമാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഈ ബ്രാഹ്മണരെ, എവിടുന്നെങ്കിലും വരുന്ന ബ്രാഹ്മണരെയൊക്കെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുത്ത് പാലിക്കാവുന്നത് അവരുടെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയാണ്. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ സവർണ മേധാവിത്വത്തിനും ജന്മിത്വത്തിനും പ്രബലമായൊരു ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തിക ജീവിതം, അവരുടെ സാമൂഹ്യ ജീവിതം അതെങ്ങനെയായിരുന്നു? ധനപരമായുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു അംശത്തിൽ 2 or 3 വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. പ്ലാപ്പറ്റ നായരും ഒരു അധികാരി മേനും ആയുള്ള 1 or 2 or 3 പ്രഭുക്കളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ഈ കുടിയാന്മാരായിട്ടുള്ള ആളുകൾ അതിപ്രയത്നം ചെയ്ത് ഉണ്ടാക്കുന്ന സർവ്വവിധ ധനധാന്യങ്ങളും ഇവർക്ക് അടിമപ്പെട്ടതാണ്. ഉണ്ടാക്കിയത് മുഴുവൻ കൊടുത്താൽ തന്നെ കടം തീരില്ല. പിന്നെ ഇവരിൽ നിന്നാണ് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിരുന്നത്. ഈ വിതരണം ചെയ്യുന്നവരിൽ ചിലർ സാധുക്കളായിട്ടുള്ള പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ധാരാളം സന്മനസ്സോടെ ദാനം ചെയ്തിരുന്നവരുണ്ടായിരുന്നു. ചിലർ വളരെയധികം കൽപ്പിച്ചു കൂട്ടി മറ്റുള്ളവർക്ക് കൊടുക്കരുതെന്നുള്ള ധാരണ പോലും ഉണ്ടായിരുന്നവരും എനിക്കറിയാം. അപ്പോൾ ഈ സന്മനസ്സിലുള്ളവരിൽ നിന്ന് വിതരണം ചെയ്ത് കിട്ടിയ ധനധാന്യം കൊണ്ടായിരുന്നു താഴ്ന്ന പടിയിലുള്ള ആളുകൾ എല്ലാവരും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സദാസമയത്തും ബഹുമാനിക്കേണ്ടിയിരിക്കും. ഇപ്പോഴും നമുക്ക് സമൂഹത്തിൽ ചില തട്ടുകൾ കാണാൻ കഴിയുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് കൃഷിയായിരുന്നു ഭൂരിപക്ഷത്തിൻ്റെയും അടിസ്ഥാന ഉപജീവന മാർഗം എന്ന് തന്നെ പറയാം. ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം മിക്കവാറും ഭൂരിഭാഗം തന്നെ ജന്മിയും മറ്റു ഫ്യൂഡൽ വ്യവസ്ഥയിലെ മറ്റു ഭാഗങ്ങളും ചേർന്ന് കവർന്നെടുത്തിരുന്നു എന്നും പറയാം. ഭൂരിപക്ഷം ജനങ്ങൾക്ക് തൊഴിലുകളായോ അല്ലെങ്കിൽ ഉപജീവനത്തിനോ മറ്റെന്തെങ്കിലും മാർഗം അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു? താഴ്ന്ന പടിയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം തന്നെ നിഷേധിച്ചിരുന്നു. അപ്പോൾ ഒരു വൈറ്റ് കോളർ ജോലി അവർക്ക് ആർക്കും സ്വപ്നം കാണാൻ പോലും സാധ്യമല്ലാത്ത ഒരു വ്യവസ്ഥിതി.
എന്നാൽ ഇവരാകട്ടെ ധാരാളം പഠിച്ച് ഉന്നത ശ്രേണിയിൽ വിലസുന്ന ഉദ്യോഗസ്ഥന്മാരും പ്രഭുക്കളും ആയി മാറി. ആശ്രിതത്വം ആണ് ഇവർക്ക് ബാക്കി നിന്നത്. എന്തിനും ഇവരെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഇപ്രകാരം മാത്രമേ ചെയ്യാൻ വയ്ക്കൂ, നരകിച്ച് ജീവിക്കുക. ഒരു തലം കൃഷിയല്ലാതെ ഏതൊക്കെ തൊഴിലുകളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്? സവർണരല്ലാത്ത കൂട്ടർ അവർ ഉപജീവന മാർഗമായിട്ട് ഇത് പരുമ്പുണ്ടാക്കുക, പട്ടമടയുക മുതൽക്കുള്ള സ്വയം തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. അതിനും പ്രതിഫലം ഇല്ല. മൺപാത്ര നിർമ്മാണം, മുളയുടെ മറ്റ് ഈറകളുള്ള മറ്റ് നിർമ്മാണങ്ങൾ, അതെ അതെ, കള്ളുചെത്ത്, അതെ, ശർക്കര, പനശർക്കര. പനം ശർക്കര ഒരു വ്യാപാരമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. നിർമ്മാണ പ്രക്രിയയിൽ ഒരു ഭാഗം ആണ് എങ്കിലും അതൊരു വ്യാപാര തലത്തിൽ എത്തിയിരുന്നില്ല. കള്ളുചെത്ത് ഉണ്ടായിരുന്നു. ശരിയാണ്, വളരെ ശരിയാണ്. അത് വ്യാപരിക്കാൻ അതിനും ഈ വേറൊരാളുടെ കീഴിലാണ് ഈ കള്ളുചെത്തലേ. സ്വയം ചെയ്ത് വിറ്റ് കാശുണ്ടാക്കലല്ല. അപ്പോൾ അത് വേറൊരാളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം അവൻ്റെ ചെയ്ത തൊഴിലിലുള്ള കൂലി, പരിമിതമായ കൂലി കിട്ടും. അല്ലാതെ ആർഭാടടിക്കാനുള്ള കൂലിയൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതി സ്വതവേ പരിശോധിക്കുകയാണെങ്കിൽ ദാരിദ്ര്യവും അങ്ങേയറ്റം ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു പരിസ്ഥിതികളിലൂടെയാണ് മഹാഭൂരിപക്ഷം ജീവിച്ചു പോകുന്നത്. അതെ, കേവല ഭൂരിപക്ഷം മാത്രമാണ് അധികാരം, ധനം, മറ്റ് താല്പര്യങ്ങളൊക്കെ നിലനിർത്താൻ പക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് വിദ്യാഭ്യാസം പ്രധാനമായിട്ടും ഏത് തരത്തിലായിരുന്നു? ഞാൻ മുതൽക്കുള്ള തലമുറ, എന്നെ സംബന്ധിച്ച് ഞാൻ സവർണനാണ്, ഷാരടിയാണ്. അതുകൊണ്ട് എൻ്റെ തലമുറ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് 40-ന് ശേഷമാണ്. എൻ്റെ അമ്മ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നു. എഴുത്തച്ഛനെ വീട്ടിൽ വരുത്തി പഠിക്കുക എന്നല്ലാതെ സ്കൂളിൽ പോകാൻ പാടില്ല. ഞാൻ മുതൽക്കുള്ള ആൾ സ്കൂളിൽ പോയി പഠിച്ചു. ഒരു 40 മുതൽക്കുള്ള ആൾ സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി. അന്ന് സതീർത്ഥര് സഹപാഠികൾ അവർണർ ഉണ്ടായിരുന്നോ? സവർണരുടെ മാത്രമായിരുന്നോ? ഇവർ തമ്മിൽ വല്ല ഭേദം ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ? അത് ഏറെക്കുറെ ഈ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് അവർണരായാലും സവർണരായാലും കുട്ടികളായി മാറണം. അപ്പോൾ ഈ പറഞ്ഞ അത്ര വ്യത്യാസം സ്കൂളിലെത്തിയാൽ ഉണ്ടാവില്ല എന്നൊരു നല്ല കാര്യം ഈ സ്കൂളിലുണ്ടായിരുന്നു. സ്കൂൾ വിട്ടാൽ പിന്നെ തൊടാൻ പാടില്ല. എങ്കിലും സ്കൂളിൽ ചെന്നാൽ ഇത് ഒരു അതിർത്തി വരെ പാലിക്കപ്പെട്ടിരുന്നില്ല. ഒരുമിച്ചിരിക്കലോ അതൊക്കെ ധാരാളം എൻ്റെ കാലം മുതൽക്ക് ഒരുമിച്ച് തന്നെ ആയിരുന്നു. ആ കാലത്തിൽ ഓർത്തെടുക്കാവുന്ന സതീർത്ഥരെ കുറിച്ച്? അവർണരായവരെ രണ്ടുപേരും അവർണരായവരെ ആദ്യം പറയട്ടെ. ചാമി എൻ്റെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. മിടുക്കൻ, പഠിക്കാനും മിടുക്കൻ, സ്പോർട്സിലും മിടുക്കൻ, മറ്റ് സാംസ്കാരിക കലകളിൽ മിടുക്കൻ, അസലായിട്ട് പ്രസംഗിക്കും, നന്നായി എഴുത്തും, ഏറ്റവും നല്ല കൈയെഴുത്ത്. ഞങ്ങൾ ഒരുമിച്ച് 10-ാം ക്ലാസ് വരെ, 10-ാം ക്ലാസ് ജയിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കാഴ്ച കൊണ്ടും സ്വഭാവവിശേഷം കൊണ്ടും അവനെ ഞാൻ ആദ്യമായി സ്മരിക്കുന്നു. പിന്നെ സവർണരായ അനവധി ആളുകളാണ് കൂട്ടത്തിലുള്ളത്. ഒരു രവിവർമ്മൻ തമ്പാൻ, മണ്ണൂർ രാജകുമാരനുണ്ണി എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ 8-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. രവിവർമ്മൻ തമ്പാൻ അദ്ദേഹം 10-ാം ക്ലാസ് വരെയും ഞങ്ങളുടെ ഹൈസ്കൂൾ കടമ്പപ്പുറത്തായിരുന്നു. പ്ലാപ്പറ്റയിൽ നിന്ന് 4.5 മൈൽ നടന്ന് വേണം അന്ന് പഠിക്കാൻ. പ്ലാപ്പറ്റ രാമമാരാർ എന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹം എൻ്റെ ഒരുമിച്ച്, ഞാൻ 3-ാം ക്ലാസ്സിലും അയാൾ 1-ാം ക്ലാസ്സിലും ആയിട്ട് പഠിച്ചു. 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് അയാൾ പഠനം നിർത്തി. സാമ്പത്തിക ക്ലേശവും രക്ഷിതാക്കളുടെ നിഷ്കർഷയില്ലായും ദാരിദ്ര്യവും കാരണം അദ്ദേഹം സ്കൂൾ വരവ് നിർത്തിയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഓട്ടംതുള്ളൽ പഠിച്ചു.
ഇടയ്ക്ക വിദഗ്ധനായി എൻ്റെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ 62-ാം വയസ്സ് വരെ, മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് കൂടി. ഇതിനൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ പഠിച്ചത് കൊണ്ടൊന്നും കിട്ടാനില്ല. പഠനമൊക്കെ ഉന്നത ജാതിക്കാർക്ക് മാത്രം അർഹിക്കുന്നതാണ്, നമുക്കതൊന്നും ആവശ്യമില്ല. കൃഷിയോ മറ്റെന്തെങ്കിലും ജോലികളായിട്ട് ഉപജീവനം തേടാറായാൽ പഠനം നിർത്തും. അവനെക്കൊണ്ട് 4 മുടി ഞാറ് പറിക്കാറായാൽ ആ കുട്ടി പഠനം നിർത്തുന്നു. സതീർത്ഥ്യകൾ അന്ന് സ്ത്രീകൾ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം? സ്ത്രീകൾ ഈ പുലാപ്പറ്റ കോലോത്ത് വകയായിരുന്നു ഈ സെൻട്രൽ UP സ്കൂൾ പുലാപ്പറ്റ, അവരുടെ മാനേജ്മെൻറ്റിലുള്ളതാണ്. അവിടുത്തെ കുട്ടികളൊക്കെ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചിരുന്നത്. അധ്യാപകരും ഏറെയും ഈ കോലോത്തുള്ളവരാണ്. അതിൽ ഇന്ദിരത്തമ്പാട്ടി മുതൽക്കുള്ള കുറേ പെൺകുട്ടികൾ. അന്നത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു അന്നത്തെ സമൂഹം? സ്ത്രീകളെ സംബന്ധിച്ച് അറിവ് നേടാൻ വേണ്ടി മാത്രമായിരുന്നില്ല അവർ വന്നിരുന്നത്. ഒരു അഭിമാന പ്രശ്നം കൂടി ആയിരുന്നു സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഞാൻ BA കാരിയാണ് എന്ന് പറയാൻ ഒരു സാധ്യത ഉണ്ടാക്കാൻ കൂടി ആയിരുന്നു സ്ത്രീകൾ പഠിച്ചിരുന്നത് എന്ന് ഇപ്പോൾ തോന്നുന്നു എനിക്ക്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം, ആ രീതിയോട് താങ്കളുടെ ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ്? അവരുടെ പ്രൗഢി നിലനിർത്താൻ തന്നെ ആയിരുന്നല്ലോ അന്ന് പഠിച്ചിരുന്നത്. അന്നും ഇന്നും വിദ്യാഭ്യാസം തൊഴിലിനുള്ള ഒരു ഭാഗമായിട്ടാണ് സമൂഹം നോക്കിക്കാണുന്നത്. ഞാൻ അന്നത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. അന്നത്തെ കാര്യത്തിൽ തൊഴിലൊരു ആവശ്യമായിരുന്നില്ല, അവർക്ക് തൊഴിൽ ആവശ്യമായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ ശതമാനമെങ്കിലും ജീവിതത്തിൽ തൊഴിലിനോ അല്ലെങ്കിൽ ജീവിത അഭ്യുന്നതയ്ക്കോ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം നേടിയിരുന്നത്. അത് ഏറെക്കുറെ പുരുഷന്മാർ. സ്ത്രീകളുടെ കാര്യം അന്നും വളരെ പരിമിതമായിട്ട് ജോലി തേടി പോയിട്ടുള്ളൂ. യഥാവാൽ ഇപ്പോൾ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറുടെ പോസ്റ്റ് ഒഴിവെന്ന് വെച്ചാൽ പോണില്ലാന്നോ അല്ല അർത്ഥം. അതിനു വേണ്ടി ഒരു ലക്ഷ്യം വെച്ചിട്ടല്ലായിരുന്നു അവർ പഠിച്ചിരുന്നത്. കോലോത്തെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാവണം എന്ന കൂട്ടത്തിൽ പെൺകുട്ടികൾ പഠിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു പുറംതിരിഞ്ഞു പോക്ക് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്. സ്ത്രീ സമൂഹത്തിൽ ശരിക്കും ചെയ്യേണ്ട കർത്തവ്യം എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടിയിരിക്കണം. സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു കുടുംബത്തെ കൊണ്ടു നടക്കാവുന്ന സ്വയം പര്യാപ്തത ഉണ്ടാവണം. എങ്കിൽ ആ കുടുംബത്തിൽ പുരുഷന്റെ റോൾ എന്തായിരിക്കും, കർത്തവ്യം എന്തായിരിക്കും? ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമാണ്. വിഘടിച്ച് നിൽക്കണം എന്നല്ല അതിനർത്ഥം. ഒരുമിച്ച് പോകാവുന്ന, സ്ത്രീകൾക്ക് മനോബലം വേണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെയോ മറ്റേതെങ്കിലും തരത്തിൽ അവൾ സ്വയം പര്യാപ്തത നേടിയിരിക്കണം. ഒരുപക്ഷെ താങ്കളുടെ കാലഘട്ടത്തിൽ താങ്കൾ നോക്കിക്കണ്ട അമ്മയിലും അമ്മമ്മയുടെയും ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും. ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും തന്നെ നേടാൻ കഴിയാത്ത ഒരു സ്ത്രീ കുടുംബത്തിലെ നല്ല ഭാര്യയും നല്ല അമ്മയും നല്ല അമ്മൂമ്മയുമായി ജീവിച്ചിരുന്നു. അവർ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന നല്ല പാഠങ്ങൾ നൽകിയിരുന്നു. അവർക്ക് സാമ്പത്തികമായ അടിത്തറ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ആ കാലഘട്ടത്തിൽ നിന്നും താങ്കൾ പറഞ്ഞ കാലഘട്ടത്തിലേക്ക് സ്ത്രീ മാറിയിരിക്കുന്നു. സ്വയം നിൽക്കാനും കുടുംബത്തെ സഹായിക്കാനും സമൂഹത്തെ സഹായിക്കാനും പറ്റിയ സ്ത്രീകളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ അരക്ഷിതമായ കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. എന്തായിരിക്കാം ഈ വൈരുദ്ധ്യത്തിന് കാരണം? അതും ചോദ്യം നല്ലത് തന്നെ. എൻ്റെ അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കൂളിൽ പോയിട്ടില്ല. എഴുത്തച്ഛനെ വെച്ച് അവിടെയായിരുന്നു ക്ഷാരത്ത് ഗുരുനാഥനെ വരുത്തി പഠിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നാരായണീയം, രാമായണം, ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന മുതലൊക്കെയുള്ള ഇതൊക്കെ കാണാപാഠം ഇങ്ങനെ ചൊല്ലിയിരുന്നു. ഒരിക്കലും എഴുതണതോ വായിക്കുന്നതോ ഞാൻ കണ്ടിട്ടുമില്ല. സൽസ്വഭാവി, എൻ്റെ അമ്മയെ പറ്റി സൽസ്വഭാവി എന്ന് ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം, എങ്കിലും നാട്ടുകാർക്കൊക്കെ ഉപകാരിയായി ജീവിച്ചു. അനായാസേന മരിച്ചു. അവരുടെ പരമ്പരയാണ് ഞങ്ങൾ. ഈ അടുത്ത മക്കളായപ്പോഴേക്ക് തന്നെ ആ
ആ ജോലി വേണ്ട, ആ കഴകം വേണ്ട, അത് ഒന്നും കിട്ടില്ല അവിടെ. 15 പറ നെല്ല് കിട്ടിയോണ്ടൊന്നും കഴിഞ്ഞുകൂടാൻ പ്രയാസം, അത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ജോലി വേറെ നോക്കണം എന്നുള്ള പരിതസ്ഥിതി വന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോഴേക്കന്നെ ഓട്ടംതുള്ളൽ കലാരംഗത്ത് വന്ന് ജുബ്ബ പോക്കറ്റ് നിറച്ച് കാശുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ഓരോ സമ്പ്രദായത്തിൽ നീങ്ങി. ഏറെക്കുറെ എൻ്റെ കാലം തൊട്ടേ ഇങ്ങനൊരു മനസ്ഥിതി വന്നിട്ടുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കണോ. എൻ്റെ ഏട്ടൻ ഇന്നും കഴകായിട്ട് കോങ്ങാട്ടിൽ കൂടുന്നുണ്ട്. അസഹ്യത ഒട്ടുമില്ല. അന്നത്തെ സമ്പാദ്യമല്ല ഇന്ന്. അന്ന് 100 റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 10,000 റുപ്യ കിട്ടണു, വിഷമമില്ല. പക്ഷേ അങ്ങനെ ഒന്ന് വേണം എന്ന് വന്നു. കേരള സമൂഹം ഇന്ന്, അല്ലെങ്കിൽ ഒരുവരെ ഇന്ത്യൻ സമൂഹം തന്നെ ഏറെ കൊട്ടിഘോഷിച്ച ഒന്നാണ് മിശ്ര വിവാഹം അല്ലെങ്കിൽ ജാതി ഇല്ലാത്ത വിവാഹം. ഒരുപക്ഷെ താങ്കളുടെ കാലഘട്ടത്തിൽ അത് വളരെ സുലഭമായി നടക്കുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലെ സമൂഹം അതിനെ അംഗീകരിക്കുകയും അതിനോട് വലിയ അപ്രതിപത്തി കാണിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം തുല്യമായ അല്ലെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങളുള്ള ജാതികൾ തമ്മിൽ വിവാഹം നടന്നിരുന്നു. വിവാഹം എന്ന ഇന്ന അർത്ഥത്തിലല്ല എങ്കിൽ പോലും. ആ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ജാതി കൂടുതൽ ബലപ്പെട്ടു അല്ലെങ്കിൽ മതം കൂടുതൽ ഇടുങ്ങിയതായി എന്ന് താങ്കൾ തോന്നുന്നുണ്ട്? അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ നമ്പൂരാരുടെ പ്രാഭവം, ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്ന കാലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ബ്രാഹ്മണ മേധാവിത്വം വകവെച്ച് കൊടുത്തിരുന്നു. അവരിൽ നിന്ന് താഴെയുള്ള എല്ലാവരും ബ്രാഹ്മണ സ്ത്രീയിൽ മക്കൾ ധാരാളം ഉണ്ടാവും. മൂത്താൾ വേളി കഴിക്കും, ബാക്കിയുള്ളവരൊക്കെ സംബന്ധമായിട്ട് കൂടും. അത് ജാതി കൂടി നോക്കാറില്ല. എവിടുത്തെറ്റം വേണച്ചാൽ അത് പതിക്കും. അത് ഒരു നിഷിദ്ധമായ കാര്യമല്ലായിരുന്നു അന്ന് എന്ന് ഓർമ്മിക്കുക. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാണ്ട് പറയും നമ്പൂരിയാണെന്ന്. നമുക്കും അറിയില്ല. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ രീതി കിടന്നിരുന്നത്. ഏതൊരു മഹത്വം ഉള്ള ആ വ്യക്തിയായാലും നമ്പൂരിയുടെ മകനാവണം എന്നൊരു നിർബന്ധം നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഒരു പക്ഷേ അതൊരു വലിയ നുണക്കഥയുടെ ഭാഗം കൂടിയല്ലേ? എല്ലാ മഹാന്മാരും നമ്പൂരിമാരുടെ മക്കളായിരുന്നു എന്നുള്ളത്. അതെ, നുണക്കഥ തന്നെയാണ്. അങ്ങനെ ആയിരിക്കാൻ ഒരു തരത്തിലും നിവൃത്തിയില്ല. മന്ദഗതിക്കാരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള മക്കളെയും ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബ്രാഹ്മണർ. അത് ആ കാലഘട്ടത്തിന്റെ ഒരു ചര്യയുടെ ഭാഗമായി. ഇന്ന് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത് ഏറെക്കുറെ ഒരു കുടുംബത്തിന് സ്വയം നിലനിൽക്കാം എന്ന അവസ്ഥയിലാണ് സാമ്പത്തികമായിട്ട്. ഒരു ജാതി എന്ന സപ്പോർട്ടില്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാം. ഒരു വർഗം എന്ന സപ്പോർട്ടില്ലാതെ ഒരു ജനതയ്ക്ക് നിലനിൽക്കാം. ഒരു രാഷ്ട്രം എന്നുള്ള സപ്പോർട്ടില്ലാതെ വ്യക്തികൾക്ക് നിലനിൽക്കാം എന്ന ഒരു തലത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജാതി എന്ന സപ്പോർട്ടില്ലാതെ 2 പേർക്ക് നിൽക്കാം, മതം എന്ന സപ്പോർട്ടില്ലാതെ 2 പേർക്ക് നിൽക്കാം, രാഷ്ട്രം എന്ന സപ്പോർട്ടില്ലാതെ തന്നെ ഒരു പൗരന് നിൽക്കാം എന്ന രീതിയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാരതത്തിലേക്കും കേരളത്തിലേക്കും നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വശം പുരോഗമിച്ചു പോകുമ്പോഴും ജാതിയും മതവും കൂടുതൽ ഇടുങ്ങിയതായി തീരുന്നതായി കാണുന്നു. എന്തുകൊണ്ടായിരിക്കും? കുട്ടൻ പറഞ്ഞ ആ 3 കാര്യങ്ങളിൽ 100% സമ്മതിച്ചു തരാൻ ഞാൻ ഒരുക്കമല്ല. സമൂഹം മറ്റുള്ളവരെ മാനിക്കാതെ സ്വയം ജീവിക്കാവുന്ന ബലമുണ്ടെങ്കിൽ പോലും സമൂഹത്തിനെ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും സമൂഹത്തിലെ ഏതു വശത്തെയാണ് ഇന്ന് മനുഷ്യൻ ഭയക്കുന്നത് അല്ലെങ്കിൽ അനുസരിക്കുന്നത്? സമൂഹത്തിന് ഇന്ന് പൊതുവെ കാണാവുന്ന ഒരു സമ്മർദ്ദ വശം എന്ന് പറയുന്നത് രാഷ്ട്രീയ വശമാണ്. സംഘടനകൾ മിക്കവാറും രാഷ്ട്രീയ സംഘടനകളാണ് ശക്തി രൂപങ്ങളായി നിൽക്കുന്നത്. ഒരു മതസംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തിന്റെ സംഘടനയ്ക്കോ ശക്തി വളരെ കുറവാണ്. അവർ ശക്തി നേടുന്നത് രാഷ്ട്രീയ സ്പർശം കിട്ടുമ്പോൾ മാത്രമാണ്. അപ്പോൾ രാഷ്ട്രീയ സ്പർശമുള്ള സംഘടനയാണോ വ്യക്തി ഭയക്കുന്നത്? രാഷ്ട്രീയവും വ്യക്തിത്വവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണമെന്ന് തോന്നണില്ല. രാഷ്ട്രീയം ഇല്ലാത്ത എനിക്ക് രാഷ്ട്രീയമില്ല, ഒരു തരത്തിലുമില്ല. ഒരു രാഷ്ട്രീയത്തോടും എനിക്ക് ഒരു പ്രതിപത്തിയില്ല. എനിക്ക് ജീവിക്കാൻ ഈ രാഷ്ട്രീയക്കാരുടെ ആശ്രിതത്വം വേണ്ടതാണ്. വ്യക്തിയെ മാനിക്കണം. അത്തരം സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തികളെ മാനിക്കുന്നത് വളരെ ശരിയാണ്. പക്ഷെ അത്തരം വ്യക്തികൾ
സമൂഹത്തെ നിയന്ത്രിക്കാനോ നേർവഴിക്ക് നയിക്കാനോ ഇന്ന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അബദ്ധസഞ്ചാരം ചെയ്യുകയാണ്. ഈ അധികാരങ്ങളും അവകാശങ്ങളും കിട്ടുമ്പോൾ അതുകൊണ്ട് അബദ്ധസഞ്ചാരം ചെയ്തു പോകുന്നു. പറഞ്ഞത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ പറയാത്തവൻ്റെ ഭോഷത്വം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപ്രകാരം ആയി പോകുന്നു. മാന്യതയില്ലാത്ത പെരുമാറ്റം മഹാന്മാരിൽ നിന്ന്, എന്ന് നടിക്കുന്നവരിൽ നിന്ന് അനുഭവപ്പെടുന്നു. ഞാൻ തിരിച്ചു വീണ്ടും വരുന്നു. സമൂഹത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു നിയന്ത്രണം വരുമ്പോഴാണ് നമ്മൾ സമൂഹത്തെ മാനിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്ന സമൂഹത്തിന് പൊതുവായ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ പൊതുവായ താല്പര്യമുള്ളൊരു സമൂഹം നമ്മുടെ ചുറ്റിലും ഇന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഷാരോടി സമുദായത്തിനെ പറ്റിയല്ലേ പറഞ്ഞത്? സമുദായങ്ങൾ വിഭിന്നമായ പലതരത്തിലുള്ള എണ്ണപ്പെടാൻ കഴിയാത്ത അത്ര സമുദായങ്ങളുണ്ട് കേരളത്തിൽ. അവരെയൊക്കെ ആ സമുദായ നേതൃത്വം നിയന്ത്രിക്കുന്നില്ല താനും. സ്വമേധയാ ചിലവർ നല്ല വഴിക്ക് പോകുന്നു എന്നല്ലാതെ അവരെ നിയന്ത്രിക്കാൻ എൻ്റെ ഷാരോടി സമാജമുണ്ട്. ഷാരോടി സമാജത്തിൽ ഇന്ന് പ്രത്യേകിച്ചും ഒരു പ്രത്യേക വിഷയമായി മാറിയിരിക്കുകയാണ് അന്യജാതിയിൽ നിന്ന് ഉള്ള വിവാഹം. അങ്ങനെ പാടില്ല എന്ന് പ്രസംഗിക്കാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. അങ്ങനെ പാടില്ല എന്നാണോ താങ്കളുടെ സമുദായം പറയുന്നത്? അതെ. അതിനെന്താണ് വ്യക്തമായ കാരണം പറയുന്നത്? കാരണം സാംസ്കാരികമായി സമ്പ്രദായ മാറ്റം ഉണ്ട്. കേവലം ഷാരുടിയും വാര്യരും ആയാൽ ഒരേ നിലവാരത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും ഷാരോയുടെ സമുദായ ആചാരങ്ങളല്ല വാര്യന്മാർക്കുള്ളത്. അതുകൊണ്ട് ഈ വാര്യന്മാരിൽ ഒരു സ്ത്രീ ഷാരോടി സമുദായത്തിൽ വന്നു പെട്ടാൽ, ഷാരോടി വിവാഹം കഴിച്ചാൽ ഇവരുടെ ആചാരങ്ങൾ അവർക്ക് പറ്റില്ല. പറ്റാത്ത സമയത്ത് ചെറിയൊരു മുറുമുറുപ്പെങ്കിലും ഉണ്ടായാൽ സ്വസ്ഥത കെടുന്നു. അത് വർദ്ധിക്കുകയുള്ളൂ. ഇത് പിടിച്ചു നിർത്താവുന്ന അതിലെനിക്ക് ഒരു ചെറിയ വിയോജിപ്പുള്ള ഞാൻ തുറന്നു പറയുകയാണ്. പറയൂ. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ഒരേ ജാതിയിലുള്ള രണ്ട് വ്യക്തികൾ വിവാഹിതരായാൽ അതിൽ ഒരിക്കലും സ്പർദ്ധ വരില്ല എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കമായി വരുന്നത്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെയില്ല. ഒരു ഷാരച്ചേരെ കല്യാണം കഴിച്ചാൽ അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാവില്ല എന്നൊരു 100% എനിക്കൊന്നും പറയാനൊന്നും വയ്യ. വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചര്യകൾ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഇന്ന് ഏറിയ കൂറും നിലനിൽക്കുന്നത്. അവരിൽ ജാതിയും മതവും അച്ഛനും അമ്മയും സമൂഹവും ഏൽപ്പിച്ചു കൊടുത്തതല്ലാതെ ജീവിതമോ ചര്യയോ ചിട്ടകളോ ഏൽപ്പിച്ചു കൊടുത്ത മതവും ജാതിയും ഇന്ന് നമുക്ക് ചുറ്റും വളരെ ലോലമായ തലത്തിലേ നിൽക്കുന്നുള്ളൂ. വളരെ ലോലമായ തലത്തിലാണ് അനുഷ്ഠാനങ്ങളുടെ തലത്തിലും അറിവിൻ്റെ തലത്തിലും ജാതിയും മതവും നമ്മൾക്ക് ചുറ്റും നിൽക്കുന്നത്. ജീവിത തലത്തിൽ നമ്മൾ ഏറെ മാറിപ്പോയൊരു തലമുറ ജാതിയുടെ തലത്തിൽ അത്രയും ശക്തി പിടിക്കുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അറിവുകൾ എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി ജീവിതോപാധി എന്ന് മാത്രം ആയി മാറുമ്പോൾ കുട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. അറിവ് നേടേണ്ടത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ഒരു ഷാരോടി അറിവ് നേടുന്നത് ആദ്യമായി ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ അവൻ്റെ സംസ്കാരം അതിനനുസരിച്ചിരിക്കും. എൻ്റെ കുട്ടിയെ ഞാൻ ഇതുവരെ നീയെന്ന് വിളിച്ചിട്ടില്ല. അത് എൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരം നിലനിന്ന് പോകുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഞാനിപ്പോൾ കുട്ടാന്നാണല്ലോ വിളിച്ചത്, ഇത് നിലനിർത്താൻ സാധിക്കണമെങ്കിൽ ഈ അടിത്തറ ശരിയായിരിക്കണം. അടിത്തറ ശരിയല്ലാതെ, ഈ അടിത്തറയിലല്ലാതെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കോളൂ, ഉന്നത ഔദ്യോഗിക തലത്തിൽ എത്തിക്കോളൂ, അതൊക്കെ ജീവിതത്തിന് നന്ന്. പക്ഷേ സംസ്കാരത്തിനത് ഇതുമാതിരി യോജിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞെത്തുമ്പോൾ ഒരു കാര്യത്തിലേക്ക് കൂടി വ്യക്തമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ സമൂഹം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതി സമൂഹത്തിനോ നമ്മുടെ സംസ്കാരം നിലനിർത്തുന്നതിനോ യോജിക്കാത്ത ഒന്നാണെന്ന് താങ്കൾക്ക് പറഞ്ഞു വരേണ്ടി വരില്ലേ? നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തതാണെന്ന് ഞാൻ പറയുന്നു. ജീവിതത്തിന് ചേരാത്തതാണെന്ന് പറയുന്നില്ല. ജീവിതത്തിൻ്റെ അർത്ഥം അതെ. അപ്പോൾ ഒന്ന്, നമ്മൾക്ക് ധനസമ്പാദനത്തിനും ജീവിത ഉപാധി നേടുന്നതിനും ഈ വിദ്യാഭ്യാസം കൊള്ളാം.
പക്ഷേ നമ്മുടെ സംസ്കാരം വർദ്ധിപ്പിക്കാൻ ഈ ഇതുകൊണ്ട് കഴിയില്ല. പറ്റില്ല. അപ്പോൾ മറ്റൊരു സംസ്കാരം പഠിപ്പിക്കാൻ മറ്റൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾക്ക് ആവശ്യമാണ്. അതെന്തായിരിക്കും? മറ്റൊരു പഠന സമ്പ്രദായം വേണോ, സംസ്കാരം വളർത്താൻ വേണ്ട. നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ ചുറ്റുപാടുമുള്ള സമുദായങ്ങളും ആചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുവർത്തിക്കാൻ കൂടെ പോവാൻ സമ്മതമാണെങ്കിൽ ആ ആൾ എന്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും മാറില്ല. ഇന്ന് ഒരു നമ്പൂരി അക്ഷരശ്ലോകം ചെല്ലുന്നു കേട്ടു. അദ്ദേഹം ISROവിൻ്റെ മാനേജറാണ്, വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ സംസ്കാരത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അതെ, അത് അദ്ദേഹം ചുരുങ്ങിയ പക്ഷം 50 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കും. അതെ അതെ, അത് സംശയമില്ല. 50 വയസ്സിന് മുകളിലുള്ള ഒരാളും അതെ. ഇന്നത്തെ ഒരു കുട്ടിയെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു 15 വയസ്സായ കുട്ടിയെ വിളിച്ച് സന്ധ്യയ്ക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയുന്ന ഉത്തരം ഒരു 50 കൊല്ലം മുമ്പ് ജനിച്ചൊരു കുട്ടിയോട് സന്ധ്യയ്ക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ച ഉത്തരവും ഒന്നായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, കരുതുന്നില്ല. എൻ്റെ കുട്ടികൾ തന്നെ ഇത്രയും നിഷ്കർഷയുള്ള എൻ്റെ കുട്ടികൾ തന്നെ സന്ധ്യയ്ക്ക് നാമം ജപിക്കാൻ നിർബന്ധിച്ചാൽ മാത്രം ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കും. പക്ഷെ ഒന്ന് ചെയ്യാറുണ്ട്, അമ്പലത്തിൽ ഒന്ന് വന്ന് പോകും. അപ്പോൾ ഒരു കാര്യം ഒന്നാണ്, അവിടേക്ക് കാലം അനുക്രമമായി സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും മാറ്റത്തിന് നമ്മളും വിധേയരാകുന്നുണ്ട്. സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ പറയപ്പെടുന്ന സാമ്പത്തിക ഭദ്രതയുള്ള പുരോഗതി എന്ന ദിശയിലേക്കാണ്. ആ ദിശയിൽ ഇല്ലാതെ പോകുന്ന ഒന്ന് മൂല്യച്യുതിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമൂഹത്തിന്റെ ധാർമ്മിക മര്യാദകളോ ആണ്. ആ ധാർമ്മിക മര്യാദകളെ പുലർത്താനും സംരക്ഷിക്കാനും പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമോ ജീവിത സമ്പ്രദായമോ അല്ല വർത്തമാനകാലം സമൂഹം നമ്മളിൽ ഏൽപ്പിക്കുന്നതും കൈകാര്യം ചെയ്യപ്പെടുന്നതും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നും വേരുപയോഗിച്ച് വളവും മറ്റു കാര്യങ്ങളും ജീവിത ഉപാധികളും നേടിയെടുക്കുന്ന നമ്മൾക്ക് പൂർവ്വ കാലഘട്ടത്തിലെ സംസ്കാരത്തിനും അതിന് അനുയോജ്യമായ ജീവിതക്രമത്തിനും പറ്റിയ ചിട്ടകൾ പാലിക്കണം എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? ഞാൻ ഇത്രേ പറഞ്ഞോളൂ. പഴയ ആചാരങ്ങൾ ഒരു അളവ് വരെ പാലിച്ചാലും ഈ സംസ്കൃതിക്ക് യാതൊരു മാറ്റം വരാതെ കൊണ്ടു നടക്കാൻ സാധിച്ചെങ്കിൽ അവൻ ഏത് വിധത്തിലുള്ള ഏത് ഉപാധിയിൽ ജീവിച്ചാലും അവൻ്റെ മാനസിക സംസ്കാരം ഈ 50 കൊല്ലം മുമ്പത്തെ സംസ്കാരം ഉണ്ടായിരിക്കും. നമ്മൾ സമൂഹത്തിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ജീവിതവുമായി സത്യം പറഞ്ഞാൽ വളരെ ലോലമായ ബന്ധമുള്ള മറ്റു ചില കാര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും വളരെ ശക്തമായ കർക്കശമായ നിയമങ്ങൾ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഈ സമൂഹം ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിദ്യാഭ്യാസവും ജീവിതക്രമവും ധനസമ്പാദനവും മൂന്നും കൂടി സമഞ്ജസമായി സമ്മേളിക്കുന്ന സംഭവങ്ങൾ താരതമ്യേന കുറവാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോലി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ സ്കൂളിൽ പോകുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്ര വ്യഗ്രത കാണിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജോലിയിൽ പ്രവേശിച്ച 1-2 ആളുകളുടെ പേര് ഞാൻ പറയട്ടെ. KP നാരായണ, P കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിരാമൻ നായർ റിട്ടയർ ചെയ്യുന്നവരെ അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല. മലയാള അധ്യാപകനായിരുന്നു കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിൽ. നിഷേധിക്കപ്പെട്ടില്ല. ഗവൺമെൻറ് പോലും ഒരു നിഷേധ വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ധനാഗമനത്തിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികളും സംസ്കാരത്തിൽ ഊന്നി പഠിക്കുന്ന കുട്ടികളും രണ്ടും 2 തട്ടായി തന്നെ നിൽക്കുന്നു. പക്ഷെ അങ്ങനെ 2 സാംസ്കാരിക ധാരകൾ, വിദ്യാഭ്യാസത്തിനും ധനാഗമനത്തിനും വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ധാരയും സാംസ്കാരിക ഉന്നമനത്തിനും വ്യക്തി പുരോഗതിക്കും വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ധാരയും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ? 2ആയി. 90% വിദ്യാർത്ഥികളും ധനാഗമനത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നവരാണ്. അത് അല്ലാത്തവർ ജീവിതത്തിൽ തോറ്റു പോകുന്നു എന്നും പൂർവ്വം ഞാൻ സമ്മതിക്കുന്നു. തോറ്റുപോകുന്നവരെ സമൂഹം എന്നേക്കുമായി മറന്നു കളയാണ് പതിവ്. അതെ, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ തോറ്റുപോകുന്നവർ സാംസ്കാരികമായി സമൂഹത്തിന് എന്തോ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ്. അവരെ ഇല്ലാതാവുമ്പോൾ ഈ സമൂഹത്തിൽ വിജയിക്കുന്നവരുടെ സമൂഹമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവുന്ന വശം നമ്മൾ മുൻപേ പറഞ്ഞ സാംസ്കാരിക വശമല്ലേ? കൂട്ടാ, ഞാൻ 57 SSLC നല്ല മാർക്കോടെ പാസ്സായ ആളാണ്.
അന്ന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ എനിക്ക് ഒരു തരത്തിലും വിഷമമില്ല. അന്ന് ഞാൻ ഈ കലാരംഗത്തേക്കാണ് ഉന്നയിക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഒരു പരിഭവമില്ല. അതുകൊണ്ട് ഒരു UD ക്ലാർക്ക് ഇല്ലാണ്ടായി എന്നല്ലാതെ ഈ സമൂഹത്തിന് എന്ത് നഷ്ടമാവെന്ന്. ഇനി നമുക്ക് പതുക്കെ താങ്കളുടെ ബാല്യകാലത്തിലേക്ക് തന്നെ പോകണം. ആ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. അന്നത്തെ സമൂഹത്തിൽ ഉള്ള കലയും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ക്ഷേത്രകലകൾക്കായിരുന്നു അന്ന് പ്രാമാണ്യം. ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള തായമ്പക, കേളി, പറ്റ്, ഓട്ടംതുള്ളൽ, ചാക്യാരൂത്ത്, കഥകളി വരെ ഉള്ള കലകൾ അത്യുന്നത ശ്രേണിയിൽ നിൽക്കുന്ന കലകളായി വിരാജിക്കുകയായിരുന്നു ഈ 40, 60, 70 വരെ ഉള്ള കാലം. അപ്പോഴേക്കും ഒരു 60, 65 മുതൽക്ക് കഥാപ്രസംഗം പോലുള്ള മറ്റു ചില കലകളും കൂടി ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നു. അത് നൈമിഷികമായി എന്നേ പറയാൻ വയ്ക്കും. അതിനൊരു നീണ്ട നിലനിൽപ്പുണ്ടായിരുന്നില്ല. ക്ഷേത്രകലകളാകട്ടെ ഇന്നും ഉജ്ജ്വല തേജസ്സോടെ ശോഭിക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള കലകളും കാണുക എന്നല്ലാതെ മറ്റൊരു ഉപാധി മാനസിക ഉല്ലാസത്തിന് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും അവയുമായും ബന്ധപ്പെട്ട് കിടന്നിരുന്നു. അവർണർക്കും ഇപ്രകാരം കലകളുണ്ടായിരുന്നു. പാങ്കളി ഉണ്ടായിരുന്നു, ചെറുമക്കളി ഉണ്ടായിരുന്നു, മലയന്മാരുടെ കളി ഉണ്ടായിരുന്നു, തെറയുണ്ട്, പൂതമുണ്ട്, അതിലൊക്കെ കലയുണ്ട്. തെറയ്ക്ക് അസാധ്യ കലയുള്ള, നമുക്ക് അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ആയോധന കലയുടെ ഒരു ചെറിയ രൂപമായിട്ട് ഇന്നും തെറ പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നു. പൂതം ഒരുവിധം എല്ലാ ഭാഗത്തും അത് ആ വേഷത്തിനെ സംബന്ധിച്ച് മാത്രമേ ഒരു പ്രകടമായ സന്തോഷം ഉണ്ടാക്കാവുന്ന ഒരു വേഷമായതുകൊണ്ട് അത് ഇന്നും നിലനിൽക്കുന്നു. പ്രായണ അതും ഊർധൻ വലിക്കുകയാണ്. തെറ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പാങ്കളി ഇല്ലാതായി. ചെറുമക്കളി പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുകൊണ്ട് അത് ഇന്നും ഉണ്ടെന്ന് പറയാം. എന്നാൽ ക്ഷേത്രത്തിനകത്തുള്ള ക്ഷേത്രകലകളായ ശ്രേഷ്ഠകലകളായ കഥകളി വരെ ഉള്ള കലകളൊക്കെ ഇന്നും ശോഭായമാനമായി നിൽക്കുന്നു. അതിൽ ചെറിയൊരു വിയോജിപ്പോടുകൂടി തന്നെ ഞാൻ പറയൂ. സവർണരുടെ കല ആയതുകൊണ്ട് അത് ശ്രേഷ്ഠ കലയും അവർണരുടെ കല ആയതുകൊണ്ട് മറ്റുള്ളവ താഴ്ന്ന കലയും എന്നൊരു വ്യവച്ഛേദം പറയുന്നത് ശരിയാണോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. സവർണരെ ആസ്വദിക്കുന്ന കല എന്ന് ഏറെക്കുറെ പറയാം. മറ്റവർക്ക് അങ്ങോട്ട് പ്രയോജനമില്ലായിരുന്നു. അതുകൊണ്ട് സവർണർ അനുഷ്ഠിക്കുന്ന കല കാണാനും 90% ആളുകളും അവർണർ വന്നാൽ പുറത്ത് നിൽക്കണം. അതുകൊണ്ട് വരാൻ മടിക്കും. അപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഒരു കല ഉണ്ടാക്കി. അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ മറിച്ച് പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ വിചാരം അതല്ല. താങ്കളുടെ കുടുംബപരമായി ഒരു കലാ പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു പിന്തുടർച്ചയോ നിന്നാണോ താങ്കൾ കലാരംഗത്തേക്ക് വന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിൽ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. കോങ്ങാട് കാവിൽ പിഷാരത്ത് ഉന്നതന്മാരായിട്ടുള്ള കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ചുറ്റുപാടും എൻ്റെ മുത്തച്ഛൻ കഥകളിക്ക് മദ്ദളം കൊട്ടിയിരുന്ന വിദ്വാനായ ഒരു മദ്ദള കലാകാരനാണ്. മുത്തച്ഛൻ എന്ന് പറഞ്ഞു വേറൊരു കുടുംബം. അമ്മയുടെ അച്ഛനാവുമ്പോൾ കാവിൽ ക്ഷേത്രത്തിൽ ആവില്ലല്ലോ. കല്ലുവഴി അയ്യപ്പൻ കാവിൽ ക്ഷേത്രത്തെ ആണ്. കല്ലുവഴി ത്രിവിക്രമപുരത്ത് ക്ഷേത്രത്തെയാണ് ഗോവിന്ദ പിഷാരടി എന്ന് പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള കുഞ്ചുനായരുടെ ആശാൻ, വാഴയങ്കട കുഞ്ചുനായരുടെ ആശാൻ. അപ്പോൾ ചാരടിമാരായിട്ടുള്ള കലാകാരന്മാർ ഉന്നതന്മാരായിട്ട് ഈ കുടുംബത്തിലല്ലെങ്കിലും ധാരാളം വിലച്ചിരുന്നു. പക്ഷേ കാവിൽ പിഷാരത്ത് ആദ്യമായി ഒരു ഓണപ്പട വാങ്ങാവുന്ന കലാകാരനായിട്ട് രൂപപ്പെടുന്നത് ഞാനാണ്.
എന്തായിരുന്നു ഈ തുള്ളൽ എന്ന കലയിലേക്ക് കാലുവെക്കാനുണ്ടായ നിമിത്തം എന്താണ്? നിമിത്തം ഹൈസ്കൂളിൽ UP സ്കൂൾ മുതലൊക്കെ ഈ കലാപ്രകടനത്തോട് ഒരു അഭിനിവേശം ഉണ്ട് എനിക്ക്. ഓണാക്ട്, പ്രസംഗം, അക്ഷരശ്ലോകം ഈ വക കാര്യങ്ങളിലൊക്കെ മിടുക്ക് കാണിച്ചിരുന്നു അത്രേ. അങ്ങനെ ഹൈസ്കൂളിലെത്തി 10ാം ക്ലാസ് 57-ലാണ് ആദ്യമായി യുവജനോത്സവം കൊണ്ടാടാൻ ഡയറക്ടർ കൽപ്പന പുറപ്പെടുവിച്ചത്. അന്ന് മുതൽക്കേ ഉള്ളൂ യുവജനോത്സവം. അന്ന് അവിടെ മലയാളം പണ്ഡിറ്റായിരുന്ന, അന്ന് മലയാളം ചെറിയ പണ്ഡിറ്റ് വലിയ പണ്ഡിറ്റ് രണ്ടാളുണ്ട്. വിദ്വാൻ പരീക്ഷ പാസ്സായ ചെറിയ പണ്ഡിറ്റ്, ശിരോമണി പാസ്സായ വലിയ പണ്ഡിറ്റ്. ഈ ചെറിയ പണ്ഡിറ്റ് എന്നെ വിളിച്ച്, ഞാൻ ഈ അക്ഷരശ്ലോകം മറ്റ് പ്രസംഗമൊക്കെ വശാക്കും, ഇങ്ങനെ ഞാനൊരു തുള്ളൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അച്ഛന് അവതരിപ്പിക്കാൻ കഴിയുമോ ചോദിച്ചു. അങ്ങ് സഹായിക്കുകയാണെന്ന് വെച്ചാൽ ശ്രമിച്ചു നോക്കാം എന്നാണ് അതിൻ്റെ ബീജാവാബ്. അത് അരങ്ങത്ത് അവതരിപ്പിച്ച് ഒരു 15 മിനിറ്റ് ഉണ്ടാവുമായിരിക്കാം. അതിലത്തെ ഒരു വരി, യുവജന മഹോത്സവം കൊണ്ടാടുവാൻ ബഹുമാന്യൻ ഡയറക്ടർ കൽപ്പന നൽകവേ ശിവശിവ മഹാഘോഷം സ്കൂളിലുണ്ടായതൊക്കെ ചുരുക്കി പറയാൻ പണിതൊഴും. വളരെ വേഗം മനസ്സിലാവും. അന്ന് 57-ലാണ് ആ സംഭവം നടക്കുന്നത്. ഈ കലാ മേഖലയിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നോ, അതോ നിമിത്തം പോലെ അങ്ങനെ സംഭവിച്ചതാണ്? നിശ്ചയമായിട്ടും അതൊരു നിമിത്തം മാത്രമായിരുന്നു. അതിനു മുമ്പ് അങ്ങനെ ഒരു മനസ്സിൽ കലാരംഗത്തേക്ക് മാറണം എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഈ ഹൈസ്കൂളിലുള്ള ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച് വളരെയധികം അനവധി ആളുകൾ അത് കണ്ടു. എന്നെ ഈ ഫീൽഡിൽ തന്നെ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ചു. അതിൽ പ്രേരിപ്പിച്ചതിൽ പ്രധാന വ്യക്തി മൺമറഞ്ഞു പോയ പുലാപ്പറ്റ ചിന്നൻ വാര്യർ, എൻ്റെ സംഗീത അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ പ്രേരണ, അദ്ദേഹം തന്നെ കോലോത്ത് പോയി തമ്പുരാട്ടിയെ കണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞു. എന്നെക്കൊണ്ട് ആവണ സഹായമൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. എന്നെ അപ്പൂട്ടൻ എന്നാണ് വിളിക്കാറ്, പേര് അച്യുതൻ എന്നാണെങ്കിലും. ഈ തമ്പുരാട്ടി മണ്ണൂർ രാജകുമാരനുടെ അച്ഛനായ രാമവർമ്മൻ തമ്പാൻ്റെ പെങ്ങളാണ്. എനിക്ക് വേണ്ട എല്ലാ സഹകരണവും തമ്പുരാട്ടി സ്വമേധയാ നല്ല മനസ്സോടെ ചെയ്തു തന്നു. വേണ്ട പ്രചോദനം തന്നത്. എവിടെയായിരുന്നു പഠനം? പുലാപ്പറ്റ കോങ്ങാട്ടിൽ നിന്ന് 4 മൈൽ വടക്ക് ഭാഗത്ത് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ സമീപത്താണ് പുലാപ്പറ്റ എന്ന ഗ്രാമപ്രദേശം. അവിടുത്തെ രാജാക്കന്മാരായിരുന്നു പുലാപ്പറ്റ തമ്പുരാക്കന്മാർ. അതിൽ ഒരു വ്യക്തിയാണ് ഈ രുക്മാവതി തമ്പുരാട്ടി, എൻ്റെ എല്ലാം. അവരുടെ പ്രേരണ കൊണ്ടും കൂടി ആണ് ചിന്നംവാര്യർ പ്രേരിപ്പിച്ചു. ഇവരെന്നെ പരമാവധി സഹായിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കലാരംഗത്ത് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതും. ഗുരുനാഥൻ ആദ്യത്തെ ഒരു കൊല്ലം വെള്ളിനേഴി രാമൻ നായർ എന്ന് പറയുന്ന ഓട്ടംതുള്ളൽ കലാകാരൻ, വളരെ പുരാതനമായിട്ടുള്ള സമ്പ്രദായത്തിൽ ഓട്ടംതുള്ളൽ രംഗത്ത് അവതരിപ്പിച്ച ആളാണ് രാമൻ നായർ. ഞാൻ അദ്ദേഹത്തെ പുലാപ്പറ്റ കോട്ടയിൽ ക്ഷേത്രത്തിൽ അഗ്രശാലിൽ വരുത്തി ഇവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് മുദ്രയൊന്നും ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് ഉപജീവനമാർഗം മാത്രമായിരുന്നു തുള്ളൽ. അപ്പോൾ അതിഗംഭീരന്മാരായിട്ടുള്ള കു ജനാർദ്ദനൻ തമ്പാൻ മഹാകവിയാണ്. BALT ഒറ്റപ്പാലം ഹൈസ്കൂളിൽ ഏഡ് മാഷായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വിവാഹം കഴിക്കാത്ത ആളാണ്. വൈണികനാണ്. നന്നായി വീണ വായിക്കും. കോടനാട്ട് നമ്പൂരാരൊക്കെ കഥകളിയായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും ആ കാലത്ത് ഒട്ടുമിക്ക പേരും. ആസ്വാദന തലത്തിൽ അവർ ഈ കോടനാട്ട് നമ്പൂരി ആസ്വാദന തലം മാത്രമേ പറഞ്ഞാൽ പോരാ, ശാസ്ത്രീയ വിശകലനം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള സാങ്കേതികത്വം മുഴുവൻ അറിയുന്ന ഒരു വിദ്വാനായിരുന്നു. അദ്ദേഹം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ ആയാൽ പോരാ, നമുക്ക് വേറെ ഒരാളെയും കൂടി വരുത്തണം എന്ന് പറഞ്ഞ് കഥകളി പഠിച്ച അച്യുത വാര്യരെ
വരുത്തി അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും കൂടി ഉണ്ടായിരുന്നു ഈ ആദ്യം പഠിച്ച കഥ അയ്യപ്പയായിരുന്നു. അതിന് മുദ്രകളും ചലനങ്ങളും ചിട്ടപ്പെടുത്തി തന്നത് തൃപ്പുരമുണ്ട അച്യുത വാര്യർ ആയിരുന്നു. തുള്ളലിനെ കുറിച്ച് പറയുമ്പോൾ കഥകളിയിൽ നിന്ന് മുദ്രകൾ ഉൾക്കൊണ്ട് പുതിയൊരു ശൈലിയിലാണോ താങ്കളെ പഠിപ്പിച്ചത്? തീർച്ചയായിട്ടും അതെ. ഒരു കഥകളി സ്റ്റൈൽ ആണ് ഞാൻ തുള്ളൽ ആദ്യമായി തന്നെ അവതരിപ്പിച്ചത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങൾ. എൻ്റെ ആശാൻ ആയിട്ടുള്ള ചിന്നം വാര്യർ കഥകളിയിൽ പാട്ടുകാരനായിരുന്നു. പെരിന്തൽക്കാട്ട് നമ്പ്യാരുടെ ശിഷ്യനായ അദ്ദേഹം. അന്നത്തെ കാലത്ത് ഇത് ഒരു ഉപജീവന മാർഗമല്ലായിരുന്നു, വിദ്യാസമ്പാദനം മാത്രമായിരുന്നു. കലയായാലും സ്കൂൾ വിദ്യാഭ്യാസമായാലും അക്കാദമിക് കോഴ്സായാലും പഠിച്ചിരുന്നത് അറിവ് നേടാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം അധികം കഥകളി അരങ്ങത്ത് പോയിട്ടില്ല, പക്ഷേ നല്ല സംഗീതജ്ഞനായിരുന്നു. സാഹിത്യത്തിനും സംഗീതത്തിനും ഏറെ പ്രാധാന്യമുള്ള, മുദ്രകൾക്കും ചലനങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള കഥകളിയിൽ നിന്നും തുള്ളൽ എന്ന കലാരൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും സാഹിത്യം അത്ര തന്നെ പരിപുഷ്ടമല്ല, സംഗീതത്തിലും അത്ര തന്നെ പ്രാധാന്യം ആവശ്യമില്ല, മുദ്രകളും കഥകളിയിലൂടെ അത്ര തന്നെ ആവശ്യമില്ല. ഈ കലാരൂപങ്ങളെ വേർതിരിച്ച് നിർത്താൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്ഥാനം എവിടെയാണ് രേഖപ്പെടുത്താൻ കഴിയും? തുള്ളലിൻ്റെയും കഥകളിയുടെയും സമൂഹത്തിൽ നിൽക്കുമ്പോൾ തുള്ളലിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ഏത് സമൂഹത്തിനായിരുന്നു ഇതിൻ്റെ ആവശ്യം? അത്യുന്നത ശ്രേണിയിൽ വിലസുന്ന ഉത്തമ കലയാണ് കഥകളി എങ്കിൽ വളരെ ജനകീയമായ കലയാണ് ഓട്ടംതുള്ളൽ. ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവുന്ന സാഹിത്യം, സംസ്കൃതം കുത്തിച്ചെലുത്താതെ നാടൻ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സരസമായ കവിതയാണ് തുള്ളലിൻ്റെ ജീവൻ. ലളിതവും സരസവുമായ കവിത, ഭാഷ, മലയാള ശുദ്ധ ഭാഷയിൽ അതാണ് പറയേണ്ടത്. അപ്പോൾ ജനസാമാന്യത്തിന് വളരെ എളുപ്പം മനസ്സിലാവാവുന്ന കവിത, ആ കവിതയ്ക്കാണ് തുള്ളലിൽ പ്രാധാന്യം, പരമപ്രാധാന്യം കവിതയ്ക്കാണ്. അതിൽ നൃത്തവശത്തിന് എത്ര തന്നെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ആവശ്യകത ഉണ്ട് എന്ന് സദസ്സിനെ ബോധ്യപ്പെടുത്തിയ കലാകാരനാണ് മലബാർ രാമൻ നായർ. ഓട്ടംതുള്ളൽ കാണാൻ കൊള്ളാവുന്ന ഒരു കലയാക്കി മാറ്റിയെടുത്ത വിദ്വാനാണ് മലബാർ രാമൻ നായർ. മലബാർ രാമൻ നായരുടെ കാലത്ത് തന്നെ ഒരുമിച്ച് ജീവിച്ചിരുന്ന പയ്യന്നൂർ പി കെ പൊതുവാൾ എന്ന ഗുരുനാഥന് 2ാമത്തെ കൊല്ലം ഞാൻ ക്ഷാരത്ത് വരുത്തി 5 കൊല്ലം തുടർച്ചയായി ഉഴിച്ചിലടക്കമുള്ള എല്ലാ കഥകളിക്ക് വേണ്ട എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ട് സാഹിത്യം 10ാം ക്ലാസ്സുകാരനായതുകൊണ്ട് ഒരുവിധം സാഹിത്യവും അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മറ്റു പലരും സാഹിത്യം മനസ്സിലാക്കാതെ ഓട്ടംതുള്ളൽ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ സാഹിത്യ മൂല്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അരങ്ങത്ത് അവതരിപ്പിക്കാനുള്ള പാഠവും എനിക്കുണ്ടായിരുന്നു. ആത്മപ്രശംസ ആണെന്ന് തോന്നരുത്, അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അന്നത്തെ 10ാം ക്ലാസ് ഒരു സാമാന്യ ആയിട്ട് നല്ല വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് സാഹിത്യത്തിനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പയ്യന്നൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ആയോധന കലയുടെ രക്തം അവരിലുണ്ട്. പൊതുവെ തുള്ളൽ ചടുലമായ താളങ്ങളുടെ ഒരു കലയാണ്. അതെ. ഈ ചടുലമായ താളങ്ങൾക്കിടയിൽ ഭാവപ്രകാശത്തിന് വേണ്ടി രസാഭിനയങ്ങൾക്കുള്ള പ്രസക്തി തുലോം കുറവാണെന്നാണ് തോന്നുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? സാഹിത്യം മനസ്സിലാക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഞ്ജയൻ്റെ കവിത വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഓട്ടംതുള്ളലിലെ വരികളിലെ സാഹിത്യം മനസ്സിലാക്കി ഉച്ചരിക്കുമ്പോൾ തന്നെ ഭാവം തന്നെ വരും. അതുമാതിരി ജടിലമാണ് തുള്ളൽ കവിത. താളത്തിന് വേണ്ടി കവിത എഴുതിയതല്ല, കവിത എഴുതുമ്പോൾ താളം തന്നെ വന്നു പോകുന്നതാണ്. തുള്ളലിന് വേണ്ടിയുള്ള കവിത പൊതുവെ ആ താളത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതെ. ഉദാഹരണം പറയട്ടെ, വശമില്ലാത്ത ഒരാളും കൂടി ഇതിന് താളം പിടിക്കും. അമ്പുലപ്പുഴമേവും അമ്പുജലോചനൻ കരുണാകരൻ. ഇതെങ്ങനെയാണ് താളം ഇല്ലാതെ ചെല്ലാന്നാണ് നിശ്ചയില്ലാത്തത്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു 10,000 ആളുകളുള്ള ഒരു സദസ്സിൽ ഇത്
താളത്തിലല്ലാതെ ചൊല്ലാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ മുമ്പിലേക്ക് വരട്ടെ. ഉണ്ടാവില്ല. പിന്നെ തുള്ളലിന് വേറൊരു പ്രസക്തി എന്ന് പറയുന്നത് ഇത് സമൂഹത്തിലെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. തുള്ളൽ കവിതകൾ അല്ലെങ്കിൽ തുള്ളൽ സാഹിത്യം. പാരമ്പര്യ കലാ രീതിയിലുള്ള കഥകളിയിൽ ക്ലാസിക് സാഹിത്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വരുമ്പോൾ, വളരെ അപൂർവമായി മാത്രം പുതിയ സാഹിത്യം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ, തുള്ളലിൽ വളരെ പുതിയതായ കാര്യങ്ങളെ ധാരാളം എടുത്ത് പ്രയോഗിക്കുകയും ലളിതമായ ഭാഷ ആയതുകൊണ്ടും ജനങ്ങൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തോന്നിയിരുന്നു. അനുഭവം അങ്ങനെയാണ്. ഓരോ വരികളും ചെല്ലുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം ഇപ്പോൾ ചെല്ലിയല്ലോ ഞാൻ, അമ്പലപ്പുഴമേവും അംബുജലോചനൻ കരുണാകരൻ, അർത്ഥമൊന്നും മനസ്സിലായില്ല വെച്ചാൽ നല്ല കവിതയാണ് കേട്ടോ എന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിൽ തട്ടിത്തോന്നും. അത് സംശയമില്ല. അതിൻ്റെ അക്ഷരഘടന അങ്ങനെയാണ്. ആ തരത്തിലായിരുന്നു കവിതകൾ മുഴുവൻ. അർത്ഥപുഷ്ടിയും അക്ഷരസ്ഫുടതയും. താളം, കവിത, നൃത്തം, ഇതിന് പുറമെ തുള്ളലിലേക്ക് ജനങ്ങളെ ആകർഷിച്ച പ്രധാന ഘടകം എന്ന് ചരിത്രം പറയുന്നത് തുള്ളലിന്റെ വിമർശന വശത്തെക്കുറിച്ചാണ്. സാമൂഹിക വിമർശനത്തിന് തുള്ളൽ വളരെ ശക്തമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ പത്രമില്ലാത്ത കാലത്ത് നടത്തിയിരുന്നത് തുള്ളൽ കലാകാരന്മാരായിരിക്കണം, അല്ലെങ്കിൽ തുള്ളൽ കവികളായിരിക്കണം. ആ കവികളുടെ തൂലികയിൽ നിന്നും വന്ന വിമർശനം തുള്ളൽ കലാകാരൻ വളരെ പ്രായോഗികമായി ശക്തമായി സമൂഹത്തിലേക്ക് പകർന്നിരുന്നു. ശരിയാണോ? തുള്ളൽ കവിത സരസവും സരളവും ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അക്ഷരഘടന വളരെ വളരെ ഭംഗിയാണ്, കേട്ടാൽ മനസ്സിലാവാൻ എളുപ്പമാണ്. അത് സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി കുഞ്ചൻ നമ്പ്യാരാശാൻ ഉപയോഗിച്ചു എന്നതും ശരിയാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെയാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ച ആ തലത്തിൽ അത് പ്രായോഗികമായി പ്രേക്ഷകരിൽ അനുഭവം ഉണ്ടായില്ല. അല്ല, അതൊരു കല എന്ന തലത്തിൽ നിൽക്കുമ്പോൾ അതിന് രസാനുഭൂതി പകരാനുള്ള ഒരു തലം ആവശ്യമുണ്ട്. കലയ്ക്ക് വെറും ഒരു പ്രചാരകന്റെ ജോലി മാത്രമായി ഒരു കലയ്ക്ക് ഒതുങ്ങിക്കൂടാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാകുമ്പോൾ അത് കല അല്ലാതായി മാറും. വെറും ഒരു രസാനുഭൂതി മാത്രം നൽകുന്ന ഒരു വസ്തുതയ്ക്ക് സമൂഹത്തിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനും കഴിയില്ല. കാരണം രസാനുഭൂതികൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ജനങ്ങളുടെ അനുഭൂതി തലം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തലത്തിൽ ഇത് രണ്ടിനെയും സമഞ്ജസമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ആ ഒരു കാലഘട്ടത്തിൽ തുള്ളൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും തുള്ളലിന്റെ പ്രാമുഖ്യം ലഭിച്ചതുമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയിരുന്നു ആ കാലഘട്ടത്തിൽ? ഞാൻ തുള്ളൽ പഠിക്കുന്ന കാലത്ത് തുള്ളലിന് അത്ര വിലയേറിയ സദസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നല്ലാതെ ഒരു വലിയ സമൂഹത്തെ പിടിച്ചിരുത്താവുന്ന അത്രേ വിപുലമായ കഥകളിയെ പോലെ വിപുലമായ സാങ്കേതികത ഇല്ലാത്ത, കവിതയെ മാത്രം മാനിക്കുന്ന ഒരു സാഹിത്യ ആസ്വാദകന് മാത്രം ഇരിക്കാൻ തോന്നാവുന്ന ഒരു കലയായിരുന്നു തുള്ളൽ അന്നും ഇന്നും. TV വാർത്താമാധ്യമം എന്നതിനപ്പുറം അതൊരു പൊതുവായ നമ്മുടെ രുചികൾക്ക് അനവധി വിഭവങ്ങൾ നൽകുന്ന ഒരു മാധ്യമമായി മാറി. നമ്മുടെ കലകൾ, എല്ലാവിധ കലകളും ഒരേ സ്ഥലത്തിലൂടെ നമ്മൾക്ക് നേരാവുന്ന ഒരു മാധ്യമമായി TV മാറിയപ്പോൾ ഒരുപക്ഷെ നമ്മൾ പല ക്ലാസിക്കൽ കലകളെയും മാറ്റിവെച്ചതുപോലെ തുള്ളലിനെയും മാറ്റിവെക്കുന്ന ഒരു സമൂഹത്തായിട്ട് ഇന്ന് തോന്നുന്നുണ്ട്. തുള്ളലിന് 70-80 കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസക്തി 2000-2010 ഇല്ല എന്ന് വ്യസനപൂർവ്വം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എത്ര ശ്രദ്ധിച്ചാലും, എത്ര നിഷ്കർഷയോടെ രംഗത്ത് അവതരിപ്പിച്ചാലും പ്രേക്ഷകർ തുലവും കുറവായി വന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ദൃശ്യമാധ്യമം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാഹിത്യവുമായിട്ടുള്ള ബന്ധമില്ലായ്മയാണ്, പുരാണവുമായിട്ടുള്ള ബന്ധമില്ലായ്മ ആണ് അതിന് കാരണം എന്നാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ ആധികാരികമായി നമ്മൾ മലയാളിയാണെന്നും കേരളീയനാണെന്നും ഭാരതീയനാണെന്നും നമ്മൾക്കൊരു പൈതൃകമായ ചിന്താധാരയുണ്ടെന്നും അതിലൂന്നി നമ്മൾ പ്രവർത്തിച്ചാലേ നമ്മൾ ഭാരതീയനും ഭാരതത്തിൽ ജീവിക്കുന്ന മനുഷ്യനും ആവൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ചിന്താധാര നൽകുന്ന വിദ്യാഭ്യാസം ഈ സമൂഹത്തിൻ്റെ നമ്മുടെ പ്രായോഗിക സ്കൂൾ അല്ലാത്ത മറ്റൊരു തലത്തിൽ പഠിപ്പിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനും കുടുംബങ്ങൾക്കും നിലനിൽക്കുന്നു. ആ ബാധ്യതയിൽ നിന്നും സമൂഹവും കുടുംബവും വളരെ മാറി നടക്കുന്നതായിട്ട് തോന്നുന്നു. അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് കഴിയും, എങ്ങനെ കഴിയും? അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് പിന്നാക്കം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. ഒരു 50 കൊല്ലം മുമ്പ് വരെ നടന്നിരുന്ന സാമൂഹ്യ നീതികൾ, സാംസ്കാരിക നിലവാരം, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതിന് കാരണം പ്രധാനമായും മാതാപിതാക്കളും രക്ഷിതാക്കളും ഗുരുനാഥന്മാരും നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നത് തന്നെയാണ് സത്യം. ഗുരുനാഥനല്ലാതാവുന്നു, അച്ഛനല്ലാതാവുന്നു. അച്ഛൻ്റെ സ്ഥാനത്തല്ല ഇന്ന് കുട്ടികൾ അച്ഛനെന്ന് വിളിക്കുന്ന ആളെ കാണുന്നത്, സ്നേഹിതൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ തീർച്ചയായും അവരെ പിന്തുടരണം എന്നുള്ള മോഹം ഇല്ലാതാവുകയാണ്. അങ്ങനെ മോഹം ഇല്ലാതാവുമ്പോൾ ആശയങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു. പഴമയെ പാലിക്കാത്ത, പുതുമയെ മാത്രം മാറോടണയ്ക്കുന്ന വാക്കുകൾ പോലും മാറി പ്രയോഗിക്കുന്ന ഒരു മലയാള സംസ്കൃതിയായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം. കാലത്തിലൂടെ ഒരു തിരിഞ്ഞുപോക്ക് സത്യത്തിൽ സങ്കല്പത്തിലല്ലാതെ യാഥാർത്ഥ്യത്തിൽ നടക്കില്ല. കാലത്തിലൂടെ നമുക്ക് തിരിഞ്ഞുപോയി നമ്മൾക്ക് ഇന്നടത്ത് തെറ്റി അവിടെ നിന്ന് തിരിച്ചു തുടങ്ങാം എന്നത് സങ്കല്പത്തിലല്ലാതെ സാധ്യമല്ല. എങ്കിൽ പോലും നമ്മൾക്ക് ശരിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു തുടക്കം ആവശ്യമാണ്. എവിടെ നിന്ന് തുടങ്ങാം? വിനയം ധാർഷ്ട്യമായി മാറുന്ന കാലമാണ് ഇപ്പോൾ. അത് വിനയത്തിലേക്ക് തിരിച്ചു വന്നാലേ ഇതിനെന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചിന്തിക്കുക പോലും വേണ്ടു. ഈ കാലത്തിൻ്റെ ക്രമാതീതമായ കുത്തൊഴുക്കിൽപ്പെട്ട് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയാത്ത വിധം രക്ഷിതാക്കൾ മാറിപ്പോയിരിക്കുന്നു. ഉദാഹരണം പറയാൻ ചൂണ്ടിക്കാണിക്കാവുന്ന ആളുകളൊക്കെ അബദ്ധസഞ്ചാരം ചെയ്ത് കാണുകയാണ്. അത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസം ലെവലേശം ഇല്ലാത്ത ആൾ പോലും ഔദ്ധത്യം കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുന്ന ഒരു സമ്പ്രദായം നാം നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഈ വഴിക്ക് പോകുമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അതിന് കാരണം ഈ ഭൗതികമായ നേട്ടങ്ങളാണ്. സമൂഹം എല്ലാ മാർഗങ്ങളും ഒരേ വഴിക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തിലെത്തുമ്പോൾ സമൂഹം സ്വയം മനസ്സിലാവും. അത് അങ്ങനെ സമാധാനിച്ചിരിക്കുക. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പുതിയ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരൊക്കെ വീണ്ടും പഴയ മാർഗത്തിലേക്ക് സ്വമേധയാ മാറുന്ന ചിത്രങ്ങൾ പുരാണങ്ങളിൽ പോലും ഉണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് എത്താം എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. പുതിയ തലമുറയോട്, പുതിയ കാലത്തോട്, വർത്തമാന കാലത്തോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? അവിവേകമായി തോന്നില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനവൻ്റെ ജാതിയിൽ ഉറച്ചു നിന്ന് അവനവൻ്റെ സംസ്കാരത്തിൽ ഊന്നി നിന്ന് പരപ്രേരണ കൂടാതെ പരോപകാരപ്രദമായി ഉപദ്രവം കൂടാതെ കൊണ്ട് സുഖമായി ജീവിക്കാവുന്ന പരിമിതമായ സൗകര്യത്തോടുകൂടി മാത്രം ജീവിക്കാൻ അപേക്ഷിക്കുകയാണ് ഇന്നത്തെ യുവാക്കളോട്. അതിഭൗതിക ചിന്ത കൂടാതെ സംസ്കാരത്തിൽ ഊന്നിയ ഒരു പരിമിതമായ ജീവിത വൃത്തിയോടുകൂടി സുഖമായി എല്ലാ യുവാക്കളും ജീവിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് മനം നിറയെ കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, തികഞ്ഞ വാത്സല്യമുണ്ട്. നമസ്കാരം. കലയ്ക്കും കാലത്തിനും ഇടയ്ക്കുള്ള ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കെന്നും മാർഗദർശനമാവട്ടെ. ഇതുപോലുള്ള വ്യത്യസ്തമായ അനുഭവ സമ്പത്തുള്ള മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ച കാണും വരെ നമസ്കാരം.